പക്ഷേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ മലയാളികൾ ഏറെ കാത്തിരുന്ന ഒരു വേദി, അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒരൊറ്റ വേദിയിൽ വളരെ കൗതുകമുണർന്ന ഒരു ഫ്രെയിമായിരിക്കും അല്ലേ മാഷേ? അത് തീർച്ചയായിട്ടും അത് മലയാളിക്ക് നിരന്തരമായി ആവശ്യമുള്ള ഒന്നാണ്. പിന്നെ ഒന്ന് ചരിത്രപരമായ ഒന്നിൻ്റെ തുടർച്ചയാണത്. ഇപ്പോൾ 1924 ആലുവ മണപ്പുറത്ത് ശിവരാത്രി മണപ്പുറത്തെ ശ്രീനാരായണ ഗുരുദേവനും സത്യവ്രത സ്വാമികളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു സംവാദമുണ്ടല്ലോ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്നായിരുന്നല്ലോ അതിൻ്റെ മുദ്രാവാക്യം. അങ്ങനെ ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റെ സംവാദ സംസ്കാരം. ആ സംസ്കാരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാരും വരേണ്ടതുണ്ട്. വാളുകൾ കൊണ്ടല്ല സംസാരിക്കുന്നത്. നാട്ടിലിപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പരസ്പരം അക്രമ രാഷ്ട്രീയം എന്നുള്ള ഒരു തലത്തിലേക്കാണ് കുറേ വർഷങ്ങളായിട്ട് പോയിട്ടുള്ളത്. അതെ, ആശയപരമായുള്ള സംവാദങ്ങൾ ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിൽ മാത്രമല്ലാതെ പുറത്ത് രാഷ്ട്രീയക്കാർ തമ്മിൽ ആശയപരമായുള്ള സംവാദങ്ങൾ വളരെ കുറവാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ പാതയിലേക്ക് പോയി. അതിനൊരു മാറ്റം ഇതിനൊരു തുടക്കമാകട്ടെ അല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല, കേരളത്തിന്റെ അക്രമ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഏറെ ദുഷ്പേരുണ്ടായ രണ്ട് പാർട്ടികൾ CPM-ഉം BJP-യും മുഖാമുഖം വരികയാണ്. മാത്രമല്ല, സ്വകാര്യമായി നിന്നുകൊണ്ട് പരസ്പരം ഗ്വാ വിളിക്കുകയും ഓരോരുത്തരും അവനവൻ്റെ വേദിയിൽ നിന്നുകൊണ്ട് പരസ്പരം ചെളിവാരി എറിയുകയും തെറി വിളിക്കുകയും ആക്രോശം മുഴക്കുകയും കൊലവിളി നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ട്. കണ്ണൂരിൽ മാത്രമല്ല, അത് പൊതുവെ ഈ നമ്മുടെ കേരളത്തിൻ്റെ സമീപകാല രാഷ്ട്രീയത്തിൽ അതുണ്ട്. അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെയും തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയും BJP-ക്ക് വേണ്ടിയും ഇന്ത്യയിൽ വരാവുന്ന ഏറ്റവും ആദ്യത്തെ ആൾ തന്നെയാണ് അമിത്ഷാ. എന്തുകൊണ്ടെന്നാൽ നരേന്ദ്രമോദി ഇത്തരം സംവാദങ്ങൾക്കൊന്നും പോകാറില്ല. അദ്ദേഹം മീഡിയയോട് പോലും അനാവശ്യമായൊന്നും പറയാറില്ല. പൊതുവേദികളിലെ പ്രഭാഷണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ സാധാരണ രീതിയിൽ. അതേസമയത്ത് അമിത്ഷായാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സംസാരിക്കുക. BJP-യുടെ വക്താവായിട്ട് അദ്ദേഹം ദീർഘകാലത്തെ BJP പ്രസിഡന്റുമാണ്. അതുകൊണ്ട് അമിത്ഷാ ഒരു സംവാദ വേദിയിൽ വന്ന് ഇരുന്നു കൊടുക്കുന്നു. മലയാള മനോരമ അത് വേദി ഒരുക്കുന്നു. പിണറായി വിജയനും അങ്ങനെയാണ്. പിണറായി വിജയന് സാധാരണ രീതിയിൽ പത്രസമ്മേളനങ്ങൾ പോലും ക്ഷമയോടെ നടത്തുന്ന ഒരു രീതിയില്ല. പക്ഷേ അദ്ദേഹം മനോരമയ്ക്ക് വേണ്ടി വന്ന് ഇരുന്നു കൊടുക്കുന്നു. അപ്പോൾ മനോരമ വേദി ഒരുക്കുന്നു. പക്ഷേ ആ സംവാദത്തിൻ്റെ ഒരു ഡ്രോബാക്ക് ഞാൻ പറയാം, ഒരു സങ്കടം പറയാം. എന്താ വെച്ചാൽ, മലയാള മനോരമ എന്ന മാധ്യമ സ്ഥാപനം നടത്തിയത് കൊണ്ട് തന്നെ മറ്റു മാധ്യമങ്ങൾ അത് ബോധപൂർവം തമസ്കരിക്കും. ഒരു സിംഗിൾ കോളം വാർത്ത പോലും ഇല്ലല്ലോ മറ്റു പത്രങ്ങൾ, ശ്രദ്ധിച്ചില്ലേ? നമുക്കത് അത്തരം ഐറ്റമില്ലാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇതിനെ മറികടക്കുന്നത്. ഈ മാധ്യമ സംസ്കാരം ഉണ്ടല്ലോ, ഈ ഒരു തരം തമസ്കരണം. ഒരു മാധ്യമ സ്ഥാപനം ചെയ്യുന്ന ഒരു മഹത്തായ കാര്യം എങ്ങനെയാണ് വാർത്തയല്ലാതെ പോകുന്നത്? അത് പ്രധാനപ്പെട്ട വാർത്തയല്ലേ? മാതൃഭൂമി ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു സെമിനാർ നടക്കുമ്പോൾ അതെങ്ങനെ വാർത്തയല്ലാതാകുന്നത്? മറ്റു പത്രങ്ങൾ മാധ്യമങ്ങൾ എന്തിനാണ് മൂടിവെക്കുന്നത്? അപ്പോൾ അതിനെതിരെയുള്ള ഒരു ശരിയായ ഒരു പ്രതികരണം കൂടിയാണ് നമ്മുടെ ഈ ചർച്ച. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു ഗുണം, നമ്മുടെ ലുലു കൺവെൻഷൻ സെൻറ്ററിൽ മനോരമ ന്യൂസ് കോൺക്ലേവ് എന്നാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ അവർ സംഘടിപ്പിച്ചപ്പോൾ അമിത്ഷാ വരുന്നു, പിണറായി വരുന്നു. വിഷയം ഇതാണ്: കേരളത്തിൻ്റെ മനസ്സിൽ ഈ രണ്ട് നേതാക്കളോടും ചോദിക്കാനുള്ള സുപ്രധാനമായ ചോദ്യങ്ങൾ, പല വേദികളിലായിട്ട് പലരും പരസ്പരം ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഈ ടു ദ ഫേസ് എന്ന് പറയില്ലേ, ടു ദ ഹോസ് ഫേസ് എന്ന് പറയും പോലെ നേരിട്ട് ചോദിക്കാൻ അവസരം കിട്ടി. രണ്ടുപേരും തങ്ങൾക്ക് പറയാവുന്ന വിധത്തിലുള്ള മറുപടിയും പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ, സംവാദങ്ങളൊന്നും അവസാനിപ്പിക്കാനുള്ളതല്ല. സംവാദങ്ങൾ തുടങ്ങുക മാത്രമേ ഉള്ളൂ. ബാക്കി പിന്നെ ജനങ്ങളിൽ ഏറ്റെടുത്തുകൊള്ളും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ചാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൗതുകം അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രധാനപ്പെട്ട വിഷയം, അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് വല്ല സാധ്യതയുണ്ടോ? എല്ലാ മനുഷ്യൻ്റെയും, എല്ലാ മലയാളിയുടെയും മുമ്പിലുള്ള ചോദ്യം കേരളത്തിൽ. ആ ചോദ്യത്തിന് അമിത്ഷായാണ് ആദ്യം ഉത്തരം പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞ ഉത്തരം നമുക്ക് അതിനോട് വിയോജിക്കാം. പക്ഷേ അദ്ദേഹം ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, പിന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. രണ്ടിനെക്കുറിച്ചും എൻ്റെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ്റെ പാർട്ടി അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ NDA മുന്നണി ഏറ്റവും ചുരുങ്ങിയത് 25% വോട്ട് നേടും. അത് കഴിഞ്ഞു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ: UDF LDF എന്ന രണ്ട് ഭാരങ്ങളെ നിങ്ങൾ ചുമക്കുന്നുണ്ടല്ലോ, ആ ഭാരം അടുത്ത തെരഞ്ഞെടുപ്പോടെ ഒഴിഞ്ഞു കിട്ടും. എന്നാ പറഞ്ഞതിൻ്റെ കൃത്യമാണ് ഉത്തരം. ചോദ്യം ഇതാണ്: അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? അപ്പോൾ മൈക്ക് പിണറായിയിലേക്ക് പോകുന്നു. പിണറായി പറഞ്ഞ ഉത്തരം, ആദ്യത്തെ ഉത്തരം വളരെ പരിഹാസം നിറഞ്ഞൊരു ഉത്തരമാണ്. സ്വപ്നം കാണുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ, അതിന് ഞാൻ എതിരല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒട്ടും മോശമല്ലാത്ത വിജയം നേടും, മുന്നേറ്റം നേടും. രണ്ട് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഇടതുപക്ഷം അധികാരത്തിൽ വരും. അത് അദ്ദേഹം പറയാൻ ബാധ്യസ്ഥനാണ്.
ഇനിയുള്ള ചോദ്യം, ഈ രണ്ട് മറുപടികളിൽ നിന്ന് കേരളം എന്ത് വായിച്ചെടുക്കും? അത് കേരളത്തിന് വിടുന്നു. സംവാദത്തിൻ്റെ അടുത്ത മണ്ഡലത്തിൽ അടുത്ത ചോദ്യം പ്രധാനമായിട്ട് ഉയർന്നു വന്നത് മലയാളിയുടെ മനസ്സിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്നാണ് കേരളത്തിലെ അക്രമ രാഷ്ട്രീയം ഒന്ന് അവസാനിപ്പിക്കുക? ആരോടായി ചോദിക്കുന്ന ആലോചിച്ച് നോക്കൂ. ഈ രണ്ട് പക്ഷത്തും അക്രമ രാഷ്ട്രീയം എന്ന ദുഷ്പേര് എന്നും കേൾക്കുന്ന രണ്ട് കൂട്ടരാണ്. അപ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അത് തീർച്ചയായിട്ടും പോരാളികളെ പോലെ തന്നെ, രണ്ട് പരസ്പരം പോരുകോഴികളെ പോലെ തന്നെ മറുപടി പറഞ്ഞു. അമിത്ഷാ ആദ്യം പറഞ്ഞത് കേരളത്തിലെ BJP കടുത്ത യാതന അനുഭവിച്ചാണ് ഇത്രയും കാലം വളർന്നത്. ആ യാതനയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് C. സദാനന്ദൻ MP. നിങ്ങളുടെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇരയാണ് അദ്ദേഹം. ഞങ്ങൾ ഇനി ആ കാലം കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വന്നത്. അപ്പോൾ പിണറായി വിജയൻ്റെ അടുത്ത് മൈക്ക് വന്നപ്പോൾ പിണറായി വിജയൻ, നിങ്ങൾ അനുഭവിച്ച യാതന കൊലവിളിയുടെയും കൊലപാതക പരമ്പരയുടെയും യാതനയാണ് BJP അനുഭവിച്ച യാതന എന്ന് പറയുന്നത്. അത് അനുഭവിക്കാത്ത മലയാളികളില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമിത്ഷാ അതിനോട് ചേർത്ത് ഞങ്ങളോട് മാത്രമല്ലല്ലോ, രാജ്യത്തോട് തന്നെയും എന്താണ് CPM കാണിച്ചത്? CPM പലപ്പോഴും രാജ്യദ്രോഹികളോട് ഐക്യപ്പെട്ടില്ലേ, സമരസപ്പെട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ചില പേരുകൾ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചൊക്കെയുള്ള വിവാദങ്ങളോ ഒന്നും പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു, ഒന്ന് മാത്രം ഞാൻ പറയാം, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ പോലും നിങ്ങൾ നിർബന്ധിതരായത് ഞങ്ങൾ BJP കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നോ? ന്യായമായൊരു ചോദ്യമാണ്, എല്ലാവരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം ഉയർത്തി. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ആ സമയത്ത്, സാധാരണയിൽ സ്പോണ്ടാനിയസ് മറുപടികൾ, എനിക്ക് തോന്നുന്നു ചോദ്യങ്ങൾ നേരത്തെ അയച്ചു കൊടുത്തിരുന്നോ എന്നറിയില്ല. എന്തായാലും പിണറായി വിജയൻ നോക്കി വായിക്കുന്നത് പോലെ കൃത്യമായിട്ടൊരു ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളല്ല പൊളിറ്റിക്കൽ, ഞങ്ങൾക്ക് ഹിന്ദു വർഗീയത, ഞങ്ങൾക്ക് BJPയെ പോലെ തന്നെ അല്ലെങ്കിൽ ഹിന്ദു വർഗീയതയെ പോലെ തന്നെ ഞങ്ങൾ ന്യൂനപക്ഷ വർഗീയതയെ നേരിടും. എന്നാൽ ഞങ്ങളല്ലല്ലോ രാജ്യദ്രോഹികളായ ന്യൂനപക്ഷ തീവ്രവാദികളോട് കോംപ്രമൈസ് ചെയ്തത്. ഏറ്റവും ഒടുവിൽ നടന്ന കാശ്മീർ തെരഞ്ഞെടുപ്പിൽ BJP അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയോട് കക്ഷി ചേർന്നില്ലേ എന്നൊരു ചോദ്യം ന്യായമാണ് കേട്ടോ. ആ ചോദ്യം നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ തന്നെ ചർച്ചകൾ ഉയർത്തിയതാണ്. പക്ഷേ അമിത്ഷായുടെ മുമ്പിൽ പിണറായി വിജയൻ അത് ഗംഭീരമായിട്ട് ഉയർത്തി. തീർച്ചയായിട്ടും അത്തരം ഒരു സംവാദം, ആ സംവാദത്തിൻ്റെ ഒരു റിസൾട്ട് അതാണ്. ബാക്കി ജനങ്ങൾ തീരുമാനിച്ചുകൊള്ളട്ടെ, രണ്ടും ജനങ്ങൾ കേട്ടതാണ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടുപേരെ ഒരുമിച്ച് കിട്ടുമ്പോൾ ഇന്ന് കേരളത്തിൻ്റെ മനസ്സിലുള്ള സുപ്രധാനമായൊരു ചോദ്യം എന്താണ്? കേരളത്തിൻ്റെ കേന്ദ്രവിഹിതം എന്താണ് തരാത്തത്? ആ ചോദ്യം രണ്ടുപേർക്കും കിട്ടി. അമിത്ഷാ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡാറ്റ ഉണ്ടായിരുന്നു, കൃത്യമായ കണക്കുണ്ട്. പക്ഷേ ഇതൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായ കണക്ക് പറഞ്ഞു അദ്ദേഹം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 20 കൊല്ലത്തെ കേരളത്തെ എടുത്തോളൂ. കഴിഞ്ഞ 10 കൊല്ലം നരേന്ദ്രമോദി ഭരിച്ച 2014 തൊട്ട് 24 അല്ലെങ്കിൽ 25 വരെയുള്ള 10 കൊല്ലം, അതിന് മുമ്പുള്ള 10 കൊല്ലം എടുക്കൂ. 2004 വരെ, 4 മുമ്പുള്ള 10 കൊല്ലം, 2004 മുതൽ 14 വരെയുള്ള 10 കൊല്ലം, പിന്നെ 14 മുതൽ 24 വരെയുള്ള 10 കൊല്ലം. ഈ 2 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം പറഞ്ഞൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആദ്യത്തെ 10 കൊല്ലം, 2004 മുതൽ 24 വരെ, 2004 മുതൽ 14 വരെയുള്ള കാലത്ത് കേരളത്തിന് 1315 കോടിയോ ഏതാണ്ട് 1300 ചില്ലറ കോടിയേ കിട്ടിയിട്ടുള്ളൂ. അതേസമയത്ത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന 10 കൊല്ലം കേരളത്തിന് കേന്ദ്രം കൊടുത്തത് 5200 അത് കണക്ക് പറഞ്ഞു. എന്നുവെച്ചാൽ 5000 കൂടുതലാണ് എന്തായാലും. അപ്പോൾ എത്ര ഇരട്ടി ഞങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിജയൻ്റെ അടുത്തേക്ക് മൈക്ക്, അപ്പോൾ ജനങ്ങൾക്കൊന്നും പറയാനില്ല, കൊടുത്ത കറക്റ്റാണല്ലോ, കൊടുത്ത കണക്കാണല്ലോ പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ പിണറായി വിജയൻ്റെ കയ്യിൽ മൈക്ക് വന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയേണ്ടത് പരമ്പരാഗതമായി ഇതൊന്നും കേന്ദ്ര ഫണ്ട് കേരളത്തിൻ്റെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കാലികമായ വർധനവുണ്ടാകാം. അതല്ല ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. ഒരു ദുരന്തമുണ്ടായാൽ, പ്രത്യേകിച്ച് ദേശീയ ദുരന്തം പോലെ ദേശീയവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ഒരു പരമ്പരാഗതമായ രീതിയുണ്ട്. അതെന്താണ്? ആ ദുരന്ത നിവാരണ ചെലവിൻ്റെ 75:25 ആണ്. 75% കേന്ദ്രം വഹിക്കുകയും 25% അതേ സംസ്ഥാനങ്ങൾക്ക് പറ്റുള്ളൂ, 25% കേരളവും. അത് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്തങ്ങളിൽ എന്തെങ്കിലും കേന്ദ്രം തന്നിട്ടുണ്ടോ എന്ന് മാത്രമല്ല, കേന്ദ്രം തരേണ്ടത് തന്നില്ല എന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ സഹായം തേടിയപ്പോൾ അത് സ്വീകരിക്കുന്നത് വിലക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ നയം ഇരട്ടത്താപ്പല്ലേ, ഞങ്ങളോട് മാത്രമുള്ളതല്ലേ? തിരിച്ചൊരു ചോദ്യവും തിരിച്ചു. അത് പിണറായി വിജയൻ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ. അന്നാണല്ലോ ഗുജറാത്തിൽ വലിയ ഭൂകമ്പവും വലിയ ദുരന്തവും ഉണ്ടായത്. അന്ന് ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങൾ ഗുജറാത്തിനെ നേരിട്ട് സഹായിച്ചില്ലേ? അത് വാങ്ങാൻ നരേന്ദ്രമോദി തയ്യാറായല്ലോ. ആ നയം എന്താണ് ഇപ്പോൾ ഞങ്ങളോട് കാണിക്കാത്തത്? സംവാദം വളരെ ആരോഗ്യകരമായിരുന്നു. സംവാദം വളരെ സജീവമായിരുന്നു.
സംവാദത്തിൽ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് പറഞ്ഞു. ആരോഗ്യകരമായൊരു സംവാദത്തിന് തീർച്ചയായിട്ടും വേദിയൊരുക്കിയ കേരളത്തിൻ്റെ ഒരു സംവാദ സംസ്കാരം തിരിച്ചുപിടിക്കാൻ, അക്രമ രാഷ്ട്രീയത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒരു രാഷ്ട്രീയത്തിന് പകരം സംവാദത്തിൻ്റെ ഒരു അന്തരീക്ഷം തിരിച്ചുപിടിക്കാൻ മനോരമ നടത്തിയ സേവനത്തെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ. തീർച്ചയായിട്ടും ആ ഒരു സംവാദത്തിൻ്റെ ഒരു ബൗദ്ധികമായ ഒരു ഉണർവിലേക്ക് കേരളത്തിലെ അടുത്ത തെരഞ്ഞെടുപ്പുകളെ സമീപിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണരാൻ കഴിയട്ടെ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം.